ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ആൻറ്റീസ് കിച്ചൻ. എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? നമുക്കിന്ന് വാനില കേക്ക് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം, അതും ഓവനില്ലാതെ. വീഡിയോയിലേക്ക് പോകാം. കുറച്ച് വലിപ്പമുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചെറുത് മതിയെങ്കിൽ ഇതേ അളവിൽ പകുതി എടുത്താൽ മതി. ഒരു ബൗളിൽ 4 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഫോർക്ക് ഉപയോഗിച്ച് നല്ലോണം മിക്സ് ആക്കണം. മിക്സാക്കി കഴിഞ്ഞാൽ 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ 3/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലവണ്ണം 2 മിനിറ്റ് മിക്സാക്കി കൊടുക്കണം. പിന്നെ വേണ്ടത് മൈദയാണ്. 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലവണ്ണം മിക്സാക്കി കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാം. പിന്നെ സ്റ്റൗവിൽ 1/2 കപ്പ് പാല് തിളപ്പിക്കാം. അതിലേക്ക് 2 ചെറിയ കഷ്ണം അമൂലിൻ്റെ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം കേട്ടോ. നല്ലവണ്ണം തിളച്ചാൽ നേരത്തെ മിക്സാക്കിയ കേക്കിൻ്റെ ബാറ്ററിയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ബീറ്റ് ചെയ്ത് എടുക്കാം. പിന്നെ കേക്ക് മോൾഡിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മോൾഡിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ബട്ടർ പേപ്പറാണ്. അത് ഈ മോൾഡിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. ബബിൾസ് പോകാൻ 3-4 പ്രാവശ്യം തട്ടിക്കൊടുക്കാം. പിന്നെ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് കുത്തിക്കൊടുക്കാം. പിന്നെ ആദ്യം പ്രീഹീറ്റ് ചെയ്ത് വെച്ച ചെമ്പട്ടിയിലേക്ക് ഇത് ഇറക്കി കൊടുത്ത് 40-45 മിനിറ്റ് ബേക്ക് ചെയ്യാം. മൂടി വെച്ച് കട്ടിയുള്ള എന്തെങ്കിലും വെച്ച് കൊടുത്ത് വേണം ബേക്ക് ചെയ്യാൻ. ബേക്കായോ എന്ന് അറിയാൻ ടൂത്ത് പിക്ക് കൊണ്ടോ ഈർക്കിളി കൊണ്ടോ ഒന്ന് കുത്തി കൊടുത്ത് നോക്കാം. ബേക്കായാൽ അടിപൊളി ടേസ്റ്റുള്ള വാനില കേക്ക് ഇവിടെ റെഡിയായി. ഒരു പീസ് കട്ട് ചെയ്ത് നോക്കിയേ, നല്ല സോഫ്റ്റാണ്. കഴിച്ചു നോക്ക്. ചൂട് ചായയും ഈ കേക്കും കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ഈ മഴക്കാലത്ത്. ഇതുപോലെയുള്ള റെസിപ്പിക്ക് ആൻറ്റീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ആവാതെ കാണണേ. താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.